Welcome back to Soravara, another episode. മോട്ടിവേഷണൽ സ്പീച്ചിലേക്ക് കൂടെ ദുബൈക്കാരുടെ മനസ്സ് കവർന്ന് നേരെ പോയി നാട്ടിലേക്ക്, അതിനുശേഷം കപ്പിൾ വീഡിയോസിലേക്ക് കൂടി വൈറലായിട്ട് ഒരു പേര് സ്ഥാപിച്ച കപ്പിൾസ് ആണ് ഇന്ന് നമ്മളെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. ജമീൽ ആൻഡ് ഫാത്മ. ഇപ്പം ഞാൻ ഇവരെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാ വിവരങ്ങളും എല്ലാ ദിവസവും അപ്ഡേറ്റഡ് ആണ് അവരുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലും. അപ്പം വെൽക്കം ടു സൊറവറ. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പൊ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കുക്ക് ട്രാവൽ റിപ്പീറ്റ് ഏറെക്കുറെ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ പച്ചമലർത്ത് കുക്കെന്ന് പറഞ്ഞ സാധനമില്ലേ, അത് അധികം ഉണ്ടാവാറില്ല. മൂപ്പര് ഇപ്പൊ നമ്മളെ വിളിച്ചത് എന്തോ കുക്ക് ചെയ്യാനാണ് അത്ര, അതായത് പത്തിന് വിളിച്ചത് ഞാനല്ല. ഓക്കെ, അപ്പൊ രണ്ടാള് കുക്ക് ചെയ്യണം. ഇവള് സാധാരണ ഇവള് കുക്ക് ചെയ്യും, ഞാൻ തിന്നാറാണ് പതിവ്. നമ്മളതും ഇവിടെയും അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാന്. അപ്പൊ ബോംബെ ടോസ്റ്റ് ഫ്രഞ്ച് ഇത് കണ്ടിട്ട് പാത്തു പറയുന്ന ഭയങ്കര ഈസി, ബോംബെ ടോസ്റ്റും ഫ്രഞ്ച് ടോസ്റ്റിലും ഭയങ്കര ഈസിയാണ്. ഞാൻ ഇത് ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ല. അപ്പൊ ശരി, ബൈ, പോവാ. ഏറ്റവും സിമ്പിളായ റെസിപ്പിയാണ് മൂപ്പർ കിട്ടിയത്. അതിന്റെ ധൈര്യമാണ് മൊത്തം. കുറച്ച് പാടില്ലെന്ന് വെച്ചാല് ഇറ്റ്സ് ഈസി ടു മേക്ക്, പക്ഷെ ഒരു ലോങ് പ്രോസസ് ആണ്. അപ്പം ജമീൽ ഭായ്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളെ മനസ്സിൽ? സത്യം പറഞ്ഞാല് ഞാൻ ഇത് മുന്നേ കുറെ വീഡിയോസിൽ പറഞ്ഞു, ചാനലിൽ നിന്ന് പൈസ കിട്ടുന്നില്ല കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടായിരുന്നു. ഫേമസ് ആവാൻ വേണ്ടി, ഫേമസ് ആവണം, 4 ആൾക്കാർ എന്നെ അറിയണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലേക്ക് ഇടുന്നത്. പക്ഷെ ആ ഫസ്റ്റ് വീഡിയോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. നമ്മൾ ഫേസിങ് ഫിയർ, നമ്മളിപ്പോ ഒരു ക്യാമറ റൂമിൽ വർത്താനം പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഫിയർ ഉണ്ടായില്ലേ, അത് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകൂലേ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഞാനിനി എന്ത് ഇട്ടാലും എന്റെ ഫ്രണ്ട്സ് കാണും. രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോ ആരും കണ്ടില്ല. അങ്ങനെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് മനസ്സിലായി, ഇങ്ങനെ എന്തിട്ടിട്ട് കാര്യമില്ല, നമ്മള് ആൾക്കാർക്ക് വ്യൂവേഴ്സിന് താല്പര്യം എന്തെങ്കിലും ഇട്ടാലേ കാര്യം നടക്കുന്നു മനസ്സിലായിട്ട് മൂന്നാമത്തെ വീഡിയോ തൊട്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. അതായത് നല്ല നല്ല കണ്ടന്റ് മാത്രം ഇട്ടാൽ തുടങ്ങി. പിന്നെ ഫേമസ് ആവാന്നുള്ള ചിന്ത മെല്ലെ കുറഞ്ഞിട്ട് നല്ല കണ്ടന്റ് കൊടുക്കാനായപ്പോ സപ്പോർട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളെ കോണ്ടന്റ് കുറച്ചുകൂടി മോട്ടിവേഷണൽ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ നിങ്ങൾ മോട്ടിവേഷൻ തന്നെ മോട്ടിവേഷൻ എന്ന് പറയുമ്പോ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോ അതിൽ ചെറിയൊരു വ്യത്യാസം, വെറൈറ്റി എന്നല്ല, എന്താ പറയാ, ഒരു യുണീക്നെസ്, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്. അപ്പൊ എന്റെ ഉണ്ടായ യുണീക്നെസ് എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും കാണുന്ന മോട്ടിവേഷൻ സ്പീക്കർ കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം മറ്റേ ഇങ്ങനെ പറയുന്ന ടൈപ്പ്. ഞാൻ സാധാരണ ഈ ഷർട്ടും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് നമ്മുടേതായ ലൈഫിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ബിൽ ഗേറ്റ്സിനെ പോലെ ആവണം, എങ്ങനെ ആവണമെന്ന് ഞാൻ പറയില്ല, സാധാരണ പോലെ ഉണ്ടായിരുന്നു. താടി കുറവായിരുന്നു, സാധാരണ കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ കുറെ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഉണ്ടായ ഒരു ഗുഡ് പോയിന്റ്. ഓക്കെ, പിന്നെ പല കാര്യങ്ങളും പാരലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫുൾ ടൈം ഒരു യൂട്യൂബർ ആയത് ഇപ്പോഴാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഈ ടെൻഷനും കാര്യങ്ങളിലൊക്കെ ഇടയിൽ ഇത് കൊണ്ടുപോകാൻ ഒന്നാമത് എഡിറ്റാണ് ഏറ്റവും വലിയ പണി. ഇതൊക്കെ ചെയ്യാൻ ഒരു പേഷ്യൻസ്, ക്ഷമ ഏറ്റവും വലിയ ഒരു ഘടകമാണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്ക് മടുപ്പ് എപ്പോഴും തോന്നിയിരുന്നു ആ ഒരു സമയത്ത്? അതുണ്ടായത് എപ്പോഴാന്ന് വെച്ചാല്, സാധാരണഗതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടാല് അന്നത്തെ ദിവസം എങ്ങനെ പോയാലും ആ സമയത്ത് ആ ഒരു ദിവസം കൊണ്ട് 10 to 15K വ്യൂസ് വരുമായിരുന്നു. ഒരു പ്രാവശ്യം ഇതിങ്ങനെ കുറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസം 2500K നിന്നു. ഞാൻ ആലോചിച്ചു, അതായത് ഞാൻ ചെയ്യുന്നത് എവിടെയോ എന്തോ തെറ്റ്, അല്ലാണ്ട് ഇതിങ്ങനെ കുറയാൻ ഒരു ചാൻസ് ഇല്ല, ഇത് സെയിം ആയതുകൊണ്ടാവാം, എവിടെയോ എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ടൊരു ബ്രേക്ക് എടുത്തു. ഒരു 3 മാസത്തേക്ക് യൂട്യൂബ് എന്നല്ല, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം അങ്ങ് മാറ്റി വെച്ചു. എല്ലാം അൺഇൻസ്റ്റാൾ. ആ സമയത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു? ആ സമയത്തൊക്കെ 100 and something K. 100K ഉണ്ടായിരുന്നു. 150. അങ്ങനെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ 10 ഞാൻ ദുബായിലേക്ക് കൊണ്ടുവന്നിട്ട്
പിന്നെ ആ ഒരു 3 മാസം ഫാമിലി മാൻ ആയിരുന്നു കംപ്ലീറ്റ്ലി. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കംപ്ലീറ്റ് ഫാമിലി മാൻ. എന്നിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മള് തിരിച്ചൊരു വരവ് വരുമ്പോ എന്തേലും ഒരു വ്യത്യാസം എന്തായാലും വേണമെന്നല്ല. അങ്ങനെയാണ് ഞാൻ പാത്തുവിനെ മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്ത് യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഒരു വീഡിയോ കൊണ്ടുവരുമ്പോ തോട്ട് അതായിരുന്നു. തോട്ട് എന്താന്ന് വെച്ചാല് എനിക്ക് മാറ്റം എന്തായാലും വരണം. പിന്നെ ഞാൻ മാത്രമായിട്ട് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടി പുറത്തു പോകുമ്പോ വൈഫും കുട്ടിയും വീട്ടിലിരിക്കുന്ന സീനാവും. ഇതാകുമ്പോ എന്താ എന്റെ കൂടെ അങ്ങ് കൂടുകയും ചെയ്യും. അത് നല്ല തീരുമാനമായെന്ന് തോന്നുന്നു. അന്ന് എന്തുകൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചെന്ന് വെച്ചാൽ എനിക്കറിയാം. ഇവളെയും കൂടി കൂട്ടിയിട്ട് അങ്ങ് വീഡിയോ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര മടിയായിരുന്നു. ഇവളെ ഇല്ലാന്നെ പറഞ്ഞു. ഇല്ല ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു. ഞാൻ കുറെ നിർബന്ധിച്ച് അങ്ങനെയാണ് മൂപ്പരിപ്പ് വരുന്നത്. ഇപ്പൊ ഇതാ അല്ലേ ഇപ്പൊ കണ്ടില്ലേ ക്യാമറ ഒക്കെ വളരെ ധൈര്യപൂർവ്വം ഭയങ്കര മടിയും പേടിയല്ലേ. നമ്മളെ ഭാഷ പറഞ്ഞ പുട്ടുപോലെ ഇപ്പൊ കൈകാര്യം ക്യാമറ ഒക്കെ. ക്യാമറന്റെ മുന്നിൽ അവള് ഫേസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവൾക്കുണ്ടായ മാറ്റം എന്താ വെച്ചാല് ഒന്ന് ഈ ക്യാമറയോടുള്ള പേടിയും കാര്യങ്ങളും മാറി. പിന്നെ കുറെ ആൾക്കാർ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ ക്രിറ്റിസിസം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അവർക്ക് മനസ്സിലായി. അത് നമുക്ക് ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അത് കമന്റ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നേരിട്ട് കുറെ ആൾക്കാർ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും. ചിലപ്പോ കുടുംബത്തിൽ നിന്നാവാം, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാര്യമായിട്ട് മനസ്സിലായി. അത് ഒരു എനിക്ക് അതിനേക്കാളും ഉപരി ഞാൻ തോന്നുന്നു പഠിച്ചത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൂടി ആയിരിക്കും. കാര്യം എന്താ വെച്ചാല് ഞാൻ അത്യാവശ്യം യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ടിക്ടോക്കിലായാലും വീഡിയോസ് എന്തായാലും കാണും. കാര്യം എന്താ വെച്ചാല് നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടാകുമ്പോ ഇതിന്റെ ട്രെൻഡ് എന്തൊക്കെയാ മാറുന്നത്, ആരൊക്കെ എന്തൊക്കെയാ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത്, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരും നോക്കല്ലേ. അങ്ങനെ ഒന്ന് നോട്ട് ചെയ്തൊരു വ്യക്തിയാണ് പുള്ളി. ആ 3 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ആ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ പുള്ളിക്കാരി, ആ ഒരു അനുഭവം എന്തായി? ആ ഫസ്റ്റ് വീഡിയോ ഞാൻ തീരെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചു. കാര്യം ഞാൻ ചെയ്യുന്ന ഫുള്ള് മോട്ടിവേഷൻ വീഡിയോസ് ആണ്. പെട്ടെന്ന് വൈഫിനെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചു. കുറെ ആൾക്കാർ എന്നോട് പറയുകയും ചെയ്യുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടൂ, അല്ലാതെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീഡിയോ ഇട്ട് ആൾക്കാരും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വർത്താനം പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചും കിട്ടി. പക്ഷെ ആ ഇട്ട വീഡിയോ ഒരു ദിവസം കൊണ്ട് 100K അടിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ല കണ്ടന്റിലെ കാര്യം, കൺസിസ്റ്റൻസിയിലല്ല. ഈ കപ്പിൾ വ്ലോഗേഴ്സിൽ എന്ത് നല്ല കാര്യം ചെയ്യുന്നില്ല. ഏതൊരു വീഡിയോയിലും എന്തെങ്കിലും ഒരു കാര്യം, ഒന്നിക്ക് ഒരാളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ പിന്നെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം, അതിലെ പിന്നെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്പ്, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഗുഡ് ഫീൽ എങ്കിലും. അപ്പൊ എന്റെ വീഡിയോ ഞാൻ മാക്സിമം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. ചിലപ്പോ ആൾക്കാർക്ക് ഉപകാരം എന്തെങ്കിലും കാര്യം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ചാലഞ്ച് കാര്യം, അതിലെന്താ ചിരിക്കാനുണ്ടോ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി, അത് ആൾക്കാർക്ക് നൈസ്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, നൈസ് ആയിരിക്കും തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. അതിന്റെ ചിരിന്ന് മാത്രം പറഞ്ഞു കുറെ പ്രാവശ്യം കരയിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരത്തി നമ്മൾ ചോദിക്കും നേരിട്ട് ആ കരയിപ്പിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുള്ളി ഹാൻഡിൽ ചെയ്തത് നമ്മൾ ചോദിക്കും. പ്രാങ്കിന്റെ പേരിൽ പുള്ളി അത്രയും ഇടകാറാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മളെ കാഴ്ചയിൽ. പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് പാത്തു കരയുമ്പോ പാത്തുവിനൊരു പാത്ത് ഇങ്ങനെ ഫാൻസ് കൂടെയാണ്, പാത്തു ആർമി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളെ പ്ലാൻ തന്നെയാണോ ഇത്? അതറിയില്ല കേട്ടാ. ഞാനൊന്ന് നല്ലോണം കരഞ്ഞേക്കാം ഫാൻസ് കൂടി. പറ്റാവുന്ന എല്ലാ മേഖലകളിൽ നിങ്ങൾ ഓൾറെഡി എല്ലാം തുറന്ന് കാണിച്ചു കഴിഞ്ഞു ആസ് എ കപ്പിൾ. അപ്പം അതിനുശേഷം ഒരു ഔട്ട് ഓഫ് കോണ്ടന്റ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പറയണെങ്കിൽ നമ്മള് നാട്ടിൽ പറയുന്നില്ലേ, പുതിയാപ്പിളയും പുതിയ പെണ്ണും, ഏതാണ്ട് കപ്പിൾ വ്ലോഗേഴ്സ് അതുപോലെയാണ്. ഫസ്റ്റ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടാവും, ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാല് പഴയതാവും, ആൾക്കാർക്ക് മടുക്കണം, ആൾക്കാർ കണ്ട് വരും. അപ്പൊ നമ്മൾ എന്തായാലും മടുത്തു തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് നല്ല കണ്ടന്റ് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തേടിപ്പോവാ. അങ്ങനെ ചെയ്യുന്ന കുറച്ച് ഐറ്റം പിന്നെ കേൾക്കും. 2019-2020 എനിക്ക് ഡേറ്റ് എപ്പോഴാണെന്ന് അറിയില്ല. നിങ്ങൾ ആ സമയത്ത് നാട്ടിൽ പോകുന്ന ഒരു വ്ലോഗൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു. മെയ് ഒരു സമയത്താന്ന് തോന്നുന്നു ഒരു ചർച്ച വിടാം, അനിൽ ഭായ് തിരിച്ചു വരുന്നില്ല, ക്യാൻസൽ ചെയ്തിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാന്നുള്ളൊരു ഇത് അറിഞ്ഞു. അങ്ങനെ അത് പിന്നെ നിങ്ങൾ തന്നെ ഞാൻ തോന്നുന്നു ജൂൺ ജൂലൈയിൽ എന്തോ നിങ്ങൾ
ഒഫീഷ്യലി നിങ്ങൾ യൂട്യൂബിൽ തന്നെ അറിയിച്ചു. അപ്പം അവിടെ ആ ഒരു സമയത്ത് നിങ്ങൾ വല്ല ഇങ്ങനെ നോക്കുന്ന എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ആ ഒരു സമയത്ത് എന്താ സംബന്ധിച്ചാല് നമ്മൾ രണ്ടുപേരും ചെറിയ കുട്ടികൾ, രണ്ടാക്കി നീന്താ അറിയില്ല, കടലിലേക്ക് എടുത്തിട്ടില്ല, കുളത്തിലേക്ക് എടുത്തിട്ട് പറയാം മക്കളെ, പണിയില്ല, ആ കൂടി കയ്യിലുള്ളത് കുറച്ച് കണ്ടന്റും യൂട്യൂബ് പ്ലാറ്റ്ഫോമും മാത്രം. അപ്പൊ ഫുൾ ടൈം കോവിഡ് വന്ന് നമുക്ക് തിരിച്ചു വരാനും പറ്റൂല, നാട്ടിലൊന്നും ഒന്നും ചെയ്യാനും പറ്റൂല. അപ്പൊ നാട്ടിലാണെങ്കിൽ ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് ഒരു ശീലം. ഞാൻ കോളേജ് കഴിഞ്ഞോട്ട് നേരെ ഖത്തറിലേക്ക് പോയതാണ്. ഏട്ടൻ അന്നേരം തന്നെ ഖത്തറിലേക്ക് കയറി. അപ്പൊ നാട്ടില് പണിയെടുത്തിട്ട് ഒരു ശീലമില്ല. അപ്പൊ ഇതിനെ പറ്റി ഒന്നും അറിയില്ല, നാട്ടിലെ മാർക്കറ്റിന്റെ സീൻ എന്താണ്, പിന്നെ കോവിഡ് ആയിട്ടൊന്നും മാർക്കറ്റ് നടക്കുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് രണ്ടാളും കൈ പിടിച്ചിട്ട് അങ്ങ് ഇറങ്ങി മുങ്ങി തപ്പാൻ തുടങ്ങിയത്. കണ്ടന്റ് മാത്രല്ല, മൊത്തത്തിൽ യൂട്യൂബിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മള് ഡെയിലി വീഡിയോസ് പിന്നെ നമുക്ക് നാട്ടിൽ നിന്നാലും എവിടെ ആയാലും നമുക്ക് ഒരുമിച്ചാണെങ്കിൽ നമുക്ക് കുറെ സംഭവങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ധൈര്യം എവിടുന്നോ വന്നപ്പോ പിന്നെ നമ്മളങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തു. സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ട്. അവള് പറഞ്ഞ് എന്ത് വേണം തീരുമാനിച്ചു, ഞാൻ കൂടെ ഉണ്ടെന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും വെറുതെ ഇരുന്ന് സമയം കളയാൻ പാടില്ല. ഐ ഹാവ് ടു ഡു സംതിങ്. വെറുതെ ഇങ്ങനെ അയ്യോ എന്റെ പണി പോയെന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കല്ലേ, ആ സീൻ പറ്റൂല എന്നിട്ട് ഒരു നിർബന്ധമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞാണ് ഇവിടം വരെ ഒരു അക്സെപ്റ്റൻസ് എന്ന രീതിയിൽ എത്തിയിരിക്കുന്ന ഒരു സമയം. പക്ഷെ ആ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഈ ചോദ്യമായിരിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചോദ്യമായിരിക്കും, ഫോണിൽ ഈ ചോദ്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭയങ്കര വെറുപ്പില്ല, ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതെല്ലാം എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു സമയത്ത്? അതായത് വ്ളോഗിങ് വിട്ട് ഏതൊരു കാര്യം നമ്മൾ ജോബ് വിട്ടിട്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുകാർക്ക് എല്ലാം ആ ഒരു ആശങ്ക ഉണ്ടാവും. അത് ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടില്. അതായത് എല്ലാരും വിചാരം ഒരു 8 to 5 അല്ലെങ്കിൽ പിന്നെ 9 to 6 ആ ഒരു ജോബില്ലേ, ആ കസേര ഇരുന്നിട്ടില്ല ആ ഒരു ജോബ്, അതാണ് പണി, അതാണ് ജോബ്. അതല്ലാതെ വേറെ ജോബ് ഒന്നുമില്ല. പക്ഷെ നമ്മളൊരു സംഭവം നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ ചെയ്തു തുടങ്ങുന്നത്, നമ്മളെ ചെയ്ത് കാണിക്കുന്നത്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്, പിന്നെ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്താ ചോദിക്കുന്നത് അറിയാം, ഇന്ന് വീഡിയോ എടുത്തില്ലേ, ലൈക്ക് അവർക്ക് അറിയാം he is happy, he is doing something, he is making money, he is achieving something and he is happy with his life എന്ന് മനസ്സിലാകുമ്പോൾ അവർ പറയും so you go with it. പിന്നെ ചിലപ്പോൾ നാട്ടുകാർ അവരോട് പോയി പറയുമ്പോൾ എൻ്റെ ഉപ്പ എന്റെ മുമ്പിന്ന് ഒരാള് എന്നോട്, എന്റെ ഉപ്പേന്റെ ഞാനുണ്ട്, അപ്പൊ മുമ്പ് ഇങ്ങനെ ഇവനെന്താ ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ ഉപ്പ ചിരിച്ചോണ്ട് തന്നെ ഓൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലായി യൂട്യൂബിനുള്ള വരുമാനം കൊണ്ടൊന്നല്ല യൂട്യൂബേഴ്സ് ഉണ്ടാവും, ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ യൂട്യൂബിന്റെ വരുമാനം മാത്രമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ബിക്കോസ് ആ വീഡിയോ ഉണ്ടാക്കാൻ അത്രയും ചെലവന്നുണ്ട്. അപ്പൊ ആ ഒരു ഘടകത്തിൽ ഇങ്ങനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റി? എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ പ്ലാനിങ് വേണം. നമുക്കൊരു മന്ത്ലി എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. അതിന് പുറമെ നമ്മൾ ഒരു ടാർഗറ്റ് വെക്കും. ഏത് കാര്യത്തിനും കാശ് ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ അച്ചീവ്മെന്റിന്റെ കാര്യത്തിന് പോലും ഇത്ര വർഷം നമുക്ക് ഇന്നത് വേണം, അല്ല പിന്നെ ഇന്ന സ്റ്റേജിലേക്ക് ഞാൻ എത്തണം, അല്ല പിന്നെ യൂട്യൂബിലെ കാര്യത്തിലാകുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം എന്നല്ല എന്തെങ്കിലും ഒരു ടാർഗറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. എന്നാലേ ഈ ലൈഫിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ? ശരിക്കും IT ഫീൽഡിലായിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്നാണ് കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചിട്ട് കുറെ ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ടാണ് എനിക്ക് മോട്ടിവേഷൻ സംഭവങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റും. അപ്പൊ പ്രൊമോഷനിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നല്ലത് വരുന്ന കാര്യങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഈ യൂട്യൂബിന്റെ ഒക്കെ മുന്നേ ഉള്ള ഒരു കഥയിലേക്ക് പോകാനാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ. ഇപ്പൊ നിങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾ യൂട്യൂബിലേക്ക് കയറുന്നത്, അതൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കയറിയതാണ്. അതിന്റെ മുന്നേ നിങ്ങൾക്ക് ലൈഫിൽ എന്താവണമെന്നായിരുന്നു നിങ്ങളുടെ ചിന്ത? യൂട്യൂബിന്റെ ലൈഫിന്റെ മുന്നേ എന്താവണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഞാനൊരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ തുടങ്ങിയത്. എന്താണ് എനിക്ക് ഈ ലൈഫിന് വേണ്ടത് എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത്. അത് ജോബ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതെന്താണ്, ഞാൻ എന്താ ചെയ്യുന്നത്, എന്താ ഈ ചെയ്യുന്നത്. അപ്പൊ കുറെ ജോബ് ചെയ്ത് കുറെ ബിസിനസ് ചെയ്ത് നോക്കി. അങ്ങനെ ലാസ്റ്റ് യൂട്യൂബ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരു ഇന്നർ ഹാപ്പിനെസ് ഫീൽ വന്നത്. അങ്ങനെയാണ് യൂട്യൂബിൽ കംപ്ലീറ്റ് ഇറങ്ങിയത്. പക്ഷെ ഇത്രയും ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഹാപ്പി ആവല്ലേ, അങ്ങനെ ഒരു സീൻ ഇല്ല, ജീവിതത്തിൽ ഇല്ല.
വരുന്നല്ലോ പ്രശ്നങ്ങൾ കുറെ വരും, നമ്മളതിങ്ങനെ തീർത്ത് ഇങ്ങനെ മുന്നോട്ട് പോവാ. അതാണ് പരിപാടി. നമ്മളിപ്പോ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കാം, അത്രേ ഉള്ളൂ. പാഷൻ ഡ്രിവൻ എന്തായിരുന്നു? പാഷൻ ഡ്രിവൻ എന്ന് വെച്ചാല് ആ ഒരു സമയത്ത് നാട്ടിലങ്ങനെ ഉണ്ടായിട്ടില്ല. സർപ്രൈസ് യുവർ ലവ്ഡ് വൺസ് വിത്ത് us. അപ്പൊ ആ ഒരു സമയത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് പെണ്ണിനോട് അതിയായ പ്രേമുണ്ടോ, ആ ഒരു സമയത്ത് അവൻ എത്ര വേണമെങ്കിൽ ചിലവൊക്കെ റെഡിയാണ്. അപ്പൊ അവളുടെ ആ ഒരു മാർക്കറ്റ് നീഡില്ലേ, അത് കണ്ടിട്ട് ഞാൻ അതിനെ എനിക്കൊരു പാഷനും കൂടി ഉണ്ടാവില്ല. കാരണം ആൾക്കാർക്ക് എന്താ പറയാ, കാശെന്ന് മാത്രമല്ല അവരൊരു സന്തോഷം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ വൈഫിന് കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ, അത് ഞാൻ അവർക്ക് കാര്യം. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാർ അധികം ഗൾഫിലായിരിക്കും, ബിസി ആയിരിക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണോ നാട്ടിലായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം. ഈ പെൺകുട്ടിയുടെ ഹോസ്റ്റലിന്റെ പുറത്ത് നമ്മള് വലിയ ബോർഡില് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നും പറഞ്ഞിട്ട് ലൈറ്റ് എന്നിട്ട് കറക്റ്റ് 12 o'clock ആകുമ്പോ പുള്ളി ഗൾഫിൽ വിളിച്ചിട്ട് നീ എന്നാ ജനലും തുറന്നു നോക്കി. അപ്പൊ ഇവർക്ക് സ്വീറ്റ്സ് കൊടുത്ത് കോളേജ് മൊത്തം എന്നിട്ട് അതിനകത്തൊരു കാർഡ് ഹാപ്പി ബർത്ത്ഡേ പാത്തു. അപ്പൊ ഈ പാത്തു വരാൻ ആർക്കും ഇവളെന്നോട് ലവ് യു എന്ന് പോലും പറഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പ് പോലും ഇല്ല. എന്നിട്ട് അതിന് ചെയ്തത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. പക്ഷെ ആ ചെയ്തതിന് ശേഷം ഇവള് തീരുമാനം എടുത്ത് കെട്ടുന്നെങ്കിൽ ഈ ചങ്ങാനെ തന്നെ. അല്ല, എന്റെ സീനിയേഴ്സ് പറഞ്ഞു ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുണ്ട്, പിന്നെ ഓനെ തന്നെ കെട്ടിക്കും. ആള് മാത്രല്ല ഇങ്ങനെ ചെയ്യുന്ന ഒരു കമ്പനി തന്നെ ഉണ്ട്. അതായത് കുറെ ആൾക്കാർ നമ്മളെ വെഡിങ് വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ പാത്തു ഈ മോന്ത കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതായിരുന്നു ഞാൻ ചെയ്തത്. അല്ലാതെ മോന്ത ഈ ഒരു മനസ്സ്, എന്റെ ഈ ഒരു മനസ്സല്ല, കുറച്ച് കാശല് ബാക്കി. പക്ഷെ അത് കൊടുത്തപ്പോ ഇവിടെ മനസ്സില് ലൈക്ക് അതിന്റെ ഫീൽ ഏകദേശം ഒരാഴ്ച വരെ അതിന്റെ ആ ഒരു ബ്ലഷ് ഇല്ലേ. അല്ല, ഞാൻ അങ്ങനെ ചെയ്തപ്പോ ഞാൻ വേഗം ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത് എന്തിനാ എന്നെ കോളേജിൽ ഇങ്ങനെ നാണം കെടുത്തുന്നില്ല. കാരണം കൊടുക്കുന്നത് കോളേജിൽ വരുന്ന പേഷ്യൻസിനെല്ലാം കൊടുത്ത് പിന്നെ പ്രൊഫസേഴ്സിനും വരുന്ന സ്റ്റുഡൻസിനും എല്ലായിരിക്കും. എന്നിട്ട് പ്രൊഫസേഴ്സ് എല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് ചോദിക്കാൻ തുടങ്ങി, ഇത് നിന്നെയാണോ, ഇത് ആരാന്ന്, എന്റെ ബർത്ത്ഡേ അല്ലേ ഇന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു നിമിഷം അത് മൂപ്പർക്ക് ഭയങ്കര ഒരു എന്തിനോട് ഇതെല്ലാം ചെയ്തത്. പക്ഷെ അതിനുശേഷം ആൾക്കാർ എനിക്കറിയാം, അത് മനുഷ്യന്മാരുടെ ഒരു സൈക്കോളജിയാണ്. അതെന്ന് വെച്ചാൽ അതിനുശേഷം അടുത്ത ദിവസം ഇന്റെ ഒരു ഭാഗ്യം ഇങ്ങനത്തെ നമ്മക്കെല്ലാം ഇങ്ങനെ ചെക്കുന്ന കൂടി കിട്ടാറില്ല. അപ്പൊ അത് അങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ പറഞ്ഞ പോലെ പാഷൻ ഡ്രിവൺ ബിസിനസ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇവളായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ മനസ്സിലായി ഇതിങ്ങനെ നാട്ടിൽ ഇതും പറഞ്ഞു നിന്നാൽ ചിലപ്പോ നടന്നു വരൂല. അപ്പൊ ഞാൻ എന്തായാലും തിരിച്ച് ദുബായിലേക്ക് പോയ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു പാഷൻ ഡ്രിവൻ ആകുമ്പോ എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ പാഷൻ ഒരിക്കലും തലേന്ന് വിട്ടുപോകാത്തൊരു സംഗതിയാണ്. നിങ്ങൾ ഇപ്പോഴും അത് ഓൺ ചെയ്യുന്നുണ്ടോ? അത് ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാറുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മേ ബി. പക്ഷെ അതിനെ നല്ലൊരു ടീം തന്നെ വേണം. തുടങ്ങുന്ന സമയത്ത് 2013 എന്ന് പറയുമ്പോ എത്ര വർഷമായി? 8 years മുമ്പ് ഇത് ചെയ്യുന്ന കമ്പനിയോ ഇവന്റോ അങ്ങനെ ആരുമില്ല. ഇപ്പൊ നാട്ടില് ഇവന്റുകാരായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇല്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ എന്തെന്നായാലും പക്ഷെ ഞാൻ ഇവന്റ് ഇത് സ്പില്ലാവോ? സ്പില്ലായിക്കോട്ടെ, അല്ല ഭാഗമാണ്. നിങ്ങൾ ധൈര്യം കമോൺ ഒയ്ക്കൂ. ബോംബെ ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ തലശ്ശേരിക്കാരുടെയും കണ്ണൂരുകാരുടെയും രാവിലെയും വൈകുന്നേരം കിട്ടുന്ന മധുര ബ്രെഡ് പൊരിച്ചത്. കിട്ടുള്ളൂ. ചോദ്യം ഇനി മൂപ്പരോട് നമ്മൾ അധികം ചോദിക്കരുത്. എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യമായിരുന്നു കല്യാണത്തിന് മുന്നേ നടന്ന മൂപ്പർ പാഷൻ ഡ്രിവൻ ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ നല്ലോണം അടിച്ചോ. നിങ്ങള് ഒരു ഇതും വേണ്ട, നിങ്ങള് ആരെങ്കിലും ഇട്ടടിക്കുന്ന തെറിക്കെന്ന് വെച്ചാൽ ഒരു നാക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാക്ക് അറിയാലോ. നല്ല അടിച്ച് ശീലമുണ്ട്. ഓംപ്ലേറ്റ് ഉണ്ടോ? നല്ല അടിയുണ്ട്. ഓംപ്ലേറ്റിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഡോക്ടറിന്റെ
ഭാഗത്തേക്ക്? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, Yeah, bro. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കാര്യം കൺസൾട്ടന്റ് ആയിട്ട് 2-3 ക്ലിനിക്കിൽ പോകുന്നുണ്ട്, ഒരു 2-3 ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഓക്കെ. അത് കൂടാതെ സെറ്റോക്സിന് ശമ്പളവും വാങ്ങുന്നുണ്ട്. മൈ ഗോഡ്, നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ട്? പിന്നല്ലാതെ ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ല കേട്ടാ. ശമ്പളം പണ്ട് തരുമായിരുന്നു, 3-4 മാസമായി കിട്ടിയിട്ട്. പിന്നെ ഞാൻ മറ്റേ മുദ്രവയ്ക്ക് എടുത്ത് എനിക്കായാലും ഒന്നല്ലേ. കോവിഡ് കാലത്താണ് ആ ഒരു പ്രാങ്ക് ഉണ്ടായത്. ആ ഒരു പ്രാങ്കില് ഒബ്വിയസ്ലി ക്യാമറന്റെ ഫ്രണ്ടിൽ എഡിറ്റ് ചെയ്ത കുറെ ഭാഗങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും, അത് സംശയമൊന്നുമില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽ എന്തായാലും അപ്പം പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് മതി നിർത്താന്നുള്ളൊരു ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. അത് അത്ര തന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പിന്നെ അത് ശരിയായി. ഹലോ, ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കണം. നിങ്ങൾ ജീവ വെച്ചിട്ടുള്ള കളിയാ, ജീവൻ കൊണ്ടുള്ള കളി. കുറച്ച് നിങ്ങൾ അത്ര തന്നെ ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിട്ടില്ല, പിന്നെ ശരിയായി. നിങ്ങളെ പാൻ ഒന്ന് ഷുഷ് ഓക്കെ. എല്ലാരും. അപ്പൊ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എങ്ങനെയാണ്? ഉണ്ടാക്കാറില്ല? ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ലസാന ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പൊതുവെ കണ്ണൂരുകാരൊക്കെ ലസാനയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? But she is not from Kannur, bro. Yeah, I am from Kasaragod. ഇവിടെ ഉണ്ടായപ്പോ നിങ്ങൾ ഡോക്ടറിന്റെ ഇത് ഇല്ല, ചെയ്തില്ല? ഇവിടെ ഞാൻ work ചെയ്യുന്നില്ല. ഒബ്വിയസ്ലി വീഡിയോ ചെയ്യുമ്പോൾ മൂപ്പറാനുവാദത്തോടെയാണ് നിങ്ങൾ വീഡിയോ ഞാൻ ചെയ്യുന്നത്. മൂപ്പരെല്ലാം കൊണ്ട് അല്ല അതെ ചെയ്യില്ല. അതെ, മൂപ്പറൊരു അനുവാദം അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളെ വീട്ടുകാർ എങ്ങനെയായിരുന്നു റിയാക്ട് ഇല്ല, എന്റെ വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ല. ഇവള് ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ആ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ചെറിയ സീൻ ഉണ്ട്. ഒരു ചട്ട് എടുത്തിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന സമയങ്ങളെല്ലാം പറയുന്ന സീന്. അപ്പൊ അത് കണ്ടറിയുമ്പോ ഇപ്പോൾ ഉമ്മ എന്താ പറഞ്ഞറിയാം, ആ ചട്ടവും കുറച്ചും കൂടി നല്ല ഉപയോഗിക്കുന്നു. അതായിരുന്നു മൂപ്പര് പറഞ്ഞൊരു വളരെ എളുപ്പത്തില് പുള്ളിക്കാരത്തിന്റെ വീട്ടുകാരെ കുറിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു ഫ്രേസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മടുപ്പോ? എപ്പോഴെങ്കിലും മടുപ്പായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഒരു മൂഡില്ലാണ്ടിരിക്കുന്നുണ്ടോ, മൂടില്ലാതെ ക്യാമറ മുമ്പിൽ ഉണ്ടാവൂല. അന്നേരം പക്ഷെ എനിക്ക് ചെയ്യൂല. നിങ്ങളെ മൂടോ? എന്റെ മൂഡ് എത്ര മോശമാണെങ്കിലും ക്യാമറ മുമ്പിൽ ഒന്ന് ഹലോ എനിക്ക് എത്ര മൂഡ് മോശമാണെങ്കിൽ ചെയ്യാൻ പറ്റും. എന്റേത് മൂഡ് നല്ലല്ലാത്തോണ്ട് ചിലപ്പോ വീഡിയോ ചെയ്യാണ്ടിരിക്കില്ല. എന്നിട്ട് അതിൽ കൂടുതൽ കമന്റ് വരും, പാത്തു എന്തൊന്നും മിണ്ടാത്ത പ്രഗ്നന്റ് ആണോ? അങ്ങനെ കമന്റ് വരും. അതെന്താ മിണ്ടാതിരിക്കുമ്പോ എല്ലാവരും എന്തിനാ പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ കമന്റ് എടുത്ത് ഭയങ്കര സെൻസിറ്റീവാ ഞാൻ. ലൈക്ക് സങ്കടം വന്നാൽ നല്ലോണം കരഞ്ഞു തീർക്കും, സന്തോഷം വന്നാൽ നല്ലോണം ചിരിച്ചു തീർക്കും. നിങ്ങൾ ചിരിച്ച് തീർക്കുന്ന വീഡിയോ നമ്മളെപ്പോ കാണുന്നുണ്ട്. ഇപ്പൊ വന്നപ്പോ തൊട്ട് മൂപ്പര് ചിരി തുടങ്ങിയതാണ്, ഇതുവരെ ആ ചിരി നിന്നിട്ടില്ല. കൂടുതലുള്ള ചിരി നോക്കുന്നുണ്ടല്ലോ, എന്താ ചെയ്യാ പഠിച്ചോനെ. നിങ്ങൾക്ക് BDS-ലോടാണോ കൂടുതൽ താല്പര്യം? എന്താ വെച്ചാല് ഡെന്റൽ ഫീൽഡിലാണോ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ യൂട്യൂബിലാണോ കൂടുതൽ താല്പര്യം? രണ്ടുമല്ല, ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ. ഇൻസ്റ്റാഗ്രാമിൽ പക്ഷെ പെട്ടെന്ന് നന്നായിട്ട് ഗ്രോ ചെയ്തല്ലേ? അല്ല, സത്യം പറഞ്ഞാല് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം, ഒന്നാമത് ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. പിന്നെ ക്യാമറ ഫിയറിലൊന്ന് ഓവർകം ചെയ്ത് വരുമ്പോ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയാലും അങ്ങനെയൊക്കെ അത് കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എനിക്ക് അഹങ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കത് പേടിയായിരുന്നു. അപ്പം എന്തെന്നെ ആയാലും നമുക്കിവിടെ ഇന്ന് ലസാനയും അതേപോലെ ബോംബെ ടോസ്റ്റ് എന്താ ചെയ്യാ. ഇനി നിങ്ങള് ഭാവി പരിപാടി എന്താ? കുറച്ചാലും എന്തായാലും യൂട്യൂബിൽ തന്നെയാണ് പ്ലാൻ. ഓക്കെ, ഒരു ബിസിനസ് തട്ടിക്കൂട്ടാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണ്ടേ, അപ്പൊ അതിന് വേണ്ടിയുള്ള റിസർച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, എല്ലാവരും തുടങ്ങുമ്പോൾ വേഗം ക്ലോത്തിങ് തുടങ്ങാന്ന് കാര്യമില്ലല്ലോ. എനിക്കൊരു കാര്യം പറയുന്നത്, സംഗതി നമ്മൾ കുക്ക് ചെയ്യുന്ന കുറച്ച് ടൈമായി, പക്ഷെ മൂപ്പരെ ചോദ്യങ്ങളും വർത്തമാനം പറയുന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് സമയം പോയിട്ടാ. അതെന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഷോയില് വരുമ്പോൾ നമ്മൾ ഒന്നാമത് നമ്മളൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾ എന്നോട് രാവിലെ വിളിച്ച് ചോദിച്ചു ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നോ എല്ലാം നിങ്ങൾ അറിഞ്ഞോ. സോ നമ്മൾ കുറച്ചും കൂടി ആ ഒരു ജെനുവിനിറ്റി, ആ ഒരു റോനെസ് നിങ്ങളുടെ അടുത്തുനിന്നായാലും നമ്മുടെ അടുത്തുനിന്നായാലും വരാൻ വേണ്ടിയാണ് നമ്മൾ അതെല്ലാം ചെയ്യുന്നത്. സോ എനിവേസ് നമ്മുടെ ഈ ലസാനയെ നമ്മൾ കുക്കിങ്ങിനേക്ക് ഇടും. നിങ്ങൾ നമ്മളെ ഈ ഷോക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു ശരിക്കും. അതാണ് ഭയങ്കര ഒരു വണ്ടർഫുൾ ഹോസ്റ്റ് ആണ്. അതല്ലെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ടൈം ഒന്നും അറിയില്ലല്ലോ. എന്തായാലും നമുക്ക് ഫൈനൽ ഡിഷ് പ്ലേറ്റിംഗിലേക്ക് കിടക്കാം. സോ സ്റ്റേ ട്യൂൺഡ്. Yeah, and subscribe to Zubinology.
സുബിനോളജി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷെ എന്തായാലും നിങ്ങൾ ഏവരും സപ്പോർട്ടും രണ്ടുപേർക്കും കൊടുക്കുക. അവർ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ദുബായിൽ വന്നതുപോലെ തന്നെ ഇവരുടെ മറ്റു പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്ത് കോണ്ടന്റ്സ് നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയും നിങ്ങളെ സൈഡിൽ നിന്ന് എന്താണ്, നമ്മളെ സൈഡിൽ നിന്നും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ബോളോനീസ് ചിക്കനിലാണ്, ബീഫിലാണ് പൊതുവെ ആൾക്കാർ ചെയ്യുന്നത്. ഇതെന്താ മാറ്റി വെച്ച? ഒരു മഴയും ഈ ബ്രെഡും ലസാനിയ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഞാൻ ഫുള്ള് തിന്ന് തീർക്കരുത്. ഇത് നോക്കിക്കോളൂ, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചാൽ യുദ്ധത്തിന്റെ ചെറിയ ചെറിയ സീനുകളൊക്കെ കാണാം. അപ്പൊ ഉണ്ടാക്കിയ ആൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണിത് കഴിക്കാൻ. അപ്പൊ ഞാൻ ഇതൊരു ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പൊ ഇനി ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ പ്രേക്ഷകരോടും അതേപോലെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടും നിങ്ങളൊരു ഇൻസ്പിറേഷനാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഒന്നും കൊടുക്കണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് രണ്ട് വാക്ക്. ഒന്നേ പറയാനുള്ളൂ, സുബിൻ ബ്രോ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു പരിപാടിയില്ല, ഇത് നല്ല വെറൈറ്റിന്റെ കൂടെ തന്നെ ഭയങ്കര ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക, ഒരുമിച്ച് അത് കഴിക്കുക, അതൊരു ഭയങ്കര ലവ് സ്പ്രെഡിങ് ആക്ടിവിറ്റിയാണ് അല്ലെ. അപ്പൊ അത് ഇനിയും നിങ്ങൾ ഇതേപോലെ തുടരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. വെറുതെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറയുന്നത്, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. പിന്നെ മുമ്പ് കുറെ ആൾക്കാരെ ലൈഫ് സ്റ്റോറി ഒക്കെ കാണിച്ചിട്ട്, അതായത് കുറെ ആൾക്കാർ എല്ലാവർക്കും വേറെ വേറെ സ്റ്റോറിയാണ്. അപ്പൊ എല്ലാവരുടെ സ്റ്റോറിയും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ മുമ്പ് കാണിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മുമ്പ് സപ്പോർട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ മുമ്പർക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ്. But once again, thank you by Team Zubinology to രണ്ടുപേരോടും നമ്മുടെ ഈ എപ്പിസോഡ് നമ്മള് ഭയങ്കര ഹാപ്പി ആയി. കാരണം നമ്മൾ ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തത് തീരറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ടൈം പോയി. അതിനിടയ്ക്ക് നമ്മൾ പുതിയൊരു ഡിഷും പഠിച്ച്, അപ്പൊ ഒരു ലേണിംഗ് പ്രോസസ് കൂടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം പ്രേക്ഷകരോടും അതേപോലെ നിങ്ങളോടും. നമ്മുടെ ഏവരും നമ്മുടെ ഈ സൊറബറ എന്ന സീരീസും എപ്പിസോഡും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ രണ്ടുപേരുടെയും ലിങ്ക്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡു സബ്സ്ക്രൈബ്, ഫോളോ ആൻഡ് ഷെയർ അവർ വീഡിയോസ്. അറ്റ് ദി സെയിം ടൈം സപ്പോർട്ട് ദം ആൻഡ് us together and let us grow stronger. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. എന്തായാലും നമുക്ക് ഇനിയും എപ്പിസോഡുകളിൽ വരാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തായാലും നിർത്താൻ പോകുന്നില്ല. നിങ്ങളെ പുതിയ കഥകളായി ചിലപ്പോൾ തിരിച്ചു വരാം. ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ ഷൂട്ട് ഫുള്ള് ഇത്രയും ഏകദേശം എത്ര മണിക്കൂർ? 2.5-3 മണിക്കൂർ. ഈ 2.5-3 മണിക്കൂർ നമ്മളെ ക്യാമറയുടെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത രണ്ടാൾക്കാരുണ്ട്. ഒന്ന് മൂപ്പരുടെ വൈഫ് റാനിയ, അതേപോലെ തന്നെ സജിലും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും നമ്മള് ഒരു ബിഗ് thanks a lot. This means a lot. Once again, thank you and do keep watching our episode Sorabara. Good day guys. Good day guys.